എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഉടൻ തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചവർക്കും അധികാരത്തിൽ കയറി മന്ത്രി കസേര കൈക്കലാക്കാമെന്ന് വിചാരിച്ചവർക്കുമൊക്കെ എട്ടിൻ്റെ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ വിലയിരുത്തൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൽ തൂക്കുമന്ത്രിസഭയെന്ന ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ വിലയിരുത്തലുകൾ കൃത്യമായി പറയുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെന്നുകൂടി ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ വിലയിരുത്തലുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടവർക്കും അധികാരമോഹികളായ UDFിലെ മറ്റുള്ള നേതാക്കന്മാർക്കും ഇപ്പോൾ വമ്പൻ പണിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ തൂക്കുസഭ എന്ന ടുഡേസ് ചാണക്യ എക്സിറ്റ് പോൾ UDF 60 മുതൽ 78 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. LDF 55 മുതൽ 73 വരെ സീറ്റ് നേടാമെന്നും ടുഡേസ് ചാണക്യ പ്രവചിക്കുന്നു. BJPക്ക് 3 മുതൽ 11 സീറ്റ് വരെ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ്, BJPയുടെ ഏറ്റവും നല്ല പെർഫോമൻസിൽ അവർക്ക് കിട്ടിയേക്കാവുന്ന 11 സീറ്റുകൾ എന്നതാണ് ഈ തൂക്കുസഭാ പ്രവചനത്തിന് ടുഡേസ് ചാണക്യ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ അനിതര സാധാരണമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക. മാധു, ഇതൊക്കെ പറയുമ്പോഴും ഒന്ന് ഓർക്കണം, ടുഡേസ് ചാണക്യയുടെ എക്സ് പേജ് ആണ് എന്റെ കയ്യിലുള്ളത്. ദ ഓൺലി ഏജൻസി ടു പ്രഡിക്ട് 3 ലോക്സഭ ഇലക്ഷൻസ് 2009, 14 and 19 on dot forecasted several state election along with the USA and UK. അതായത് അത്രമാത്രം കൃത്യമായി പ്രവചിക്കുന്നുവെന്ന പേര് കേട്ട ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് തൂക്കസഭ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മാധു കഴിഞ്ഞ ദിവസം മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഏതാണ്ട് 9 സീറ്റുകൾ ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, അല്ലെങ്കിൽ ആഞ്ഞു വീശിയ ഒരു തരംഗമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയധികം സീറ്റുകൾ 41 നിന്ന് ആക്സിസ് മൈ ഇന്ത്യയൊക്കെ പറഞ്ഞതുപോലെ 89ലേക്ക് എത്തിക്കാൻ കഴിയൂ. 2021 ടുഡേസ് ചാണക്യ പ്രവചിച്ച അതേ ഫലത്തിനടുപ്പിച്ച് തന്നെ വന്നു എന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റ് സർവേ ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 സീറ്റ് കൂടുകയോ 9 സീറ്റ് കുറയുകയോ ചെയ്യാം, അല്ലെങ്കിൽ 3% വോട്ടുകൾ വർദ്ധിപ്പിക്കുകയോ 3% വോട്ടുകൾ കുറയുകയോ ചെയ്യാമെന്നാണ്. അപ്പോഴും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, NDAക്ക് 20% വോട്ടുകൾ ഉണ്ടാകുമെന്നാണ് ടുഡേസ് ചാണക്യ പറയുന്നത്. 3 മുതൽ 11 സീറ്റുകൾ, അത് ഏത് സാഹചര്യത്തിലാണെന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ UDFിന് വലിയ മേൽക്കൈ അല്ലെങ്കിൽ UDFിന് നല്ലൊരു മാർജിൻ പ്രവചിച്ചപ്പോൾ LDFിന് ആശ്വാസകരമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ടുഡേസ് ചാണക്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ CPM വൃത്തങ്ങളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ടുഡേസ് ചാണക്യ പറഞ്ഞതായിരിക്കാം ഏകദേശം നടപ്പിലാകുക എന്ന് തന്നെയാണ് പറയുകയും ചെയ്ത്. എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മെയ് 4-ാം തീയതി ടുഡേസ് ചാണക്യ പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല. 2021 മെയ് 2 ടുഡേസ് ചാണക്യ പറഞ്ഞതിനോട് ഏകദേശം അടുത്തു നിന്നു. 2026 മെയ് 4 ടുഡേസ് ചാണക്യ പറഞ്ഞതിനോട് ഏകദേശം അടുക്കുകയാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കാണോ എന്നത് കാത്തിരുന്ന് കാണാം. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ 13 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലം പുറപ്പെടുവിച്ച ഏജൻസി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ കൗതുകം ഈ എക്സിറ്റ് പോൾ പുറത്തു വരുമ്പോൾ. ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ വിലയിരുത്തൽ പ്രകാരം UDFിന് 60 മുതൽ 78 സീറ്റ് വരെയും LDFിന് 55 മുതൽ 73 സീറ്റ് വരെയും NDAക്ക് 03 മുതൽ 11 സീറ്റ് വരെയുമാണ് നിലവിൽ പ്രവചിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ അടുത്ത് വരാൻ പോകുന്നത് തൂക്ക് മന്ത്രിസഭയാണോ എന്ന് സംശയം ചിലത്തുന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ വിലയിരുത്തൽ. അതിൽ UDF ക്യാമ്പിനെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ഭരണവിരുദ്ധ വികാരമില്ലെന്നുള്ള എക്സിറ്റ് പോൾ വിലയിരുത്തലാണ്. കാരണം ഈ ഒരു കൗണ്ടിൽ, അതായത് UDFിന് 60 മുതൽ 78 വരെയും LDFിന് 55 മുതൽ 73 വരെയും, ഈ കൗണ്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു സാഹചര്യം മുന്നിൽ നിൽക്കെ ഇടതുപക്ഷത്തിനായിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യത കേരളത്തിലുണ്ടാകുവാൻ പോകുന്നത്. തൂക്ക് മന്ത്രിസഭ എന്നതിനപ്പുറത്തേക്ക് 3-4 സീറ്റുകളിൽ LDFിന് മുൻതൂക്കം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എത്തിയേക്കാം എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അധികാരമുറപ്പിച്ചിരുന്ന UDF ക്യാമ്പിന് 8ൻ്റെ പണി കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ
ടുഡേയ്സ് ചാണക്യയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ നിന്നും എന്തുറപ്പിക്കാം? കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ കൂടുതലായി വോട്ട് ചെയ്ത വനിതാ വോട്ടർമാരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഇടതുപക്ഷ സർക്കാർ വനിതകൾക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ വച്ചു നോക്കുമ്പോൾ ഉറപ്പായും വനിതാ വോട്ടർമാർ LDFന്റെ ഭാഗത്തേക്കാണ് നിലകൊള്ളുന്നത് എന്നൊരു സംശയം ഉയർന്നു വരുന്നു. അപ്പോൾ എന്തുറപ്പിക്കാം? മൂന്നാം ഇടതുപക്ഷ സർക്കാർ ഉറപ്പായും വരുമെന്ന് തന്നെ. അതായത് വീണ്ടും ഒരു തുടർഭരണത്തിന് ഒരു പക്ഷേ കേരളം സാക്ഷിയായേക്കാം. അതുമല്ലെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് കേരളം സാക്ഷിയായേക്കാം. എന്തായാലും ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ വിലയിരുത്തൽ പുറത്തേക്ക് വരുമ്പോൾ UDF ക്യാമ്പിൻ്റെ ധൈര്യം മുഴുവനും ചോർന്നു പോയിട്ടുണ്ട്.